ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. എത്ര പെട്ടെന്നാണ്, എത്ര നിസ്സാരമായിട്ടാണ് CPM തന്റെ നിലപാടുകൾ മാറ്റുന്നത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഇവിടെ CPM എടുത്തിട്ടുള്ള ഓരോ നിലപാടും, ഓരോ കാലഘട്ടത്തിലെയും നിലപാടുകളെല്ലാം അത് പിന്നീട് തങ്ങൾക്ക് ഭരണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട രീതിയിൽ നിലപാടുകളിൽ മാറ്റം വരുത്തുക, നിലപാടുകളിൽ വെള്ളം ചേർക്കുക, നിലപാടുകളെല്ലാം മാറ്റി പറയുന്നൊരു സ്ഥിരം ഏർപ്പാട് ഇപ്പോൾ CPM-ൽ കണ്ടുവരുന്നു. അങ്ങനെ ഇവർ നടത്തിയ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഇവരുടെ ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞതാണ്, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണെന്ന്. എന്നാൽ തുറന്നതായിക്കോട്ടെ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ബാറുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള ഏത് നിലപാടും, ഇപ്പോൾ സോളാർ സമരങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ KM മാണിക്കെതിരെയുള്ള സമരങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം അവർ എടുത്ത നിലപാടുകൾ അന്ന് എന്തായിരുന്നു എന്ന് പിന്നീട് അവർ എന്താണ് നിലപാടിൽ മാറ്റം വരുത്തി എന്നുള്ളത് കേരളം കണ്ടതാണ്, കേരളം പറഞ്ഞതാണ്. ഇപ്പോഴിതാ അതേ സാഹചര്യമാണ്, അതേ അവസ്ഥയാണ്, അതേ നിലപാടിൽ മാറ്റം തന്നെയാണ് ഇപ്പോഴിതാ PM ശ്രീയിലും കണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാരിലെ PM ശ്രീ പദ്ധതി ധാരണാപത്രം ഒപ്പിട്ട കാര്യം തന്നെ മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മറച്ചു വെച്ചു എന്ന് മാത്രമല്ല, 16-ാം തീയതിയോ 14-ാം തീയതിയോ ഒപ്പിട്ട കാര്യം ജനങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ CP അറിയുന്നത്, ഘടകകക്ഷികൾ അറിയുന്നത് പോലും കഴിഞ്ഞ ദിവസങ്ങളാണെന്നുള്ള ആശ്ചര്യപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരെ പുറത്തു വരുന്നു. എന്നാൽ ഇതെല്ലാം വലിയ തരത്തിൽ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് CPM-ന്റെ മന്ത്രിമാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും അടക്കമുണ്ടാകുന്നത്. MA ബേബിയൊക്കെ ദേശീയ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ പോലും MA ബേബിയുടെ നിലപാടുകൾ പോലും മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ കമ്മ്യൂണിസത്തിന്റെ CPM-ന്റെ ഒക്കെ ഒരു ഗതികേട് എന്ത് തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കണം, എപ്പോഴും CPM എടുക്കുന്ന നിലപാടുകൾ കർക്കശമായിട്ടുള്ളതായിരിക്കും, എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടതായിരിക്കും എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ മാറി, തങ്ങൾക്ക് തങ്ങളുടെ നിലപാട് തങ്ങൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ, തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ, തങ്ങൾക്ക് വേണ്ടപ്പെട്ടപ്പോഴെല്ലാം, അതുപോലെ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം മാറ്റാൻ ഞങ്ങൾ മുതിരും, ഞങ്ങൾ തയ്യാറാണ് എന്ന് MV ഗോവിന്ദൻ തന്നെ പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. MV ഗോവിന്ദൻ തന്നെ വന്നിട്ട് പറയുന്നു, നിലപാടുകളില്ല, അത് ഞങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ CPM നിലപാട്. CPM-ന്റെ നിലപാട് എന്നാൽ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നിലപാട്. ആ നിലപാടുകളിലെ മാറ്റം തന്നെയാണ് ഇപ്പോഴത്തെ CPI-യെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്, വലിയ തരത്തിൽ പ്രശ്നങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് തന്നെ CPI-യുടെ മന്ത്രിമാർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജിവെച്ചുകൊണ്ട് CPM-നെ പിന്തുണയ്ക്കാം എന്നുള്ളതാണ് അവരെടുത്ത തീരുമാനം. അങ്ങനെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI നടത്തിയ കടുത്ത പ്രതിഷേധം ഒടുവിൽ ചെറിയ രീതിയിലെങ്കിലും മന്ത്രിമാരുടെ രാജ്യസന്നദ്ധത വരെ എത്തിയതോടെ CPI നേതൃത്വം അനുനയത്തിന് വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഇവിടെ CPM-ന്റെ ആശയപരമായ യൂട്ടേൺ എന്ന നിലയിൽ പ്രതിപക്ഷവും വിദ്യാർത്ഥി യുവജന സംഘടനകളുമെല്ലാം, അതുപോലെ സാംസ്കാരിക ലോകവും സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എക്കാലവും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ, അതായത് NEP ഭാഗമായുള്ള സംഘപരിവാർ അജണ്ടകളെ ശക്തമായി എതിർത്ത പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് തന്നെയാണ് അവർ ഉയർത്തിപ്പിടിച്ചിരുന്നത്. പക്ഷേ PM ശ്രീ പദ്ധതി NEP-യുടെ ബന്ധിതമായതിനാൽ അത് നടപ്പിലാക്കില്ലെന്ന് CPM മുമ്പേ ഉറച്ച നിലപാടെടുത്തിരുന്നതാണ്. അതായത് സംഘപരിവാറിന്റെ യാതൊരു അജണ്ടയും കേരളത്തിൽ നടപ്പാക്കില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കില്ല. ഇനി എന്ത് തന്നെ ഉണ്ടായാലും കേരളത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കില്ല എന്ന് ഘോരഘോരം പ്രസംഗിച്ചവരാണ് ഇടതുപക്ഷ നേതാക്കൾ എല്ലാം തന്നെ. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന വിലയിരുത്തലിൽ കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് എതിർപ്പ് വരെ അറിയിച്ചതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി അന്ന് തന്നെ ഇത് അറിയിച്ചിട്ടുള്ളതാണ്. മുമ്പ് പദ്ധതിയെ എതിർക്കുകയും കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെക്കുന്നത് തെറ്റാണെന്ന് പറയുകയും വരെ ചെയ്തിരുന്നു. പിന്നീട് എന്നാൽ ഇതിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് 1466 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന വാദമുയർത്തിയാണ് ഇപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. സാമ്പത്തിക പ്രായോഗികതയുടെ പേരിൽ CPM നേതൃത്വവും മന്ത്രിസഭയും ഒപ്പം തന്നെ മന്ത്രി നേതാക്കളെ അടക്കമുള്ളവരെല്ലാം നിലപാടിൽ വലിയ തരത്തിൽ മാറ്റം വരുത്തി. ഇത് CPM-ന്റെ ആശയപരമായ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന വിമർശനം വലിയ തരത്തിൽ ചർച്ചയാകുന്നു. 4 കാശിന് വേണ്ടി കേരള ജനതയെ ഒറ്റുകൊടുത്തതിന് തുല്യമാണ് ഇതെന്നും ഈ നിലപാട് മാറ്റമെന്ന രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ വലിയ തരത്തിൽ ഉയരുകയും ചെയ്തു. മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട് മാറ്റവും ABVP-യുടെ അഭിനന്ദനവുമാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് നമ്മുടെ ശിവൻകുട്ടി. ആദ്യം ഈ നിലപാട് മാറ്റത്തിന് ശക്തമായി വാദിച്ചതും ശിവൻകുട്ടി തന്നെയാണ്. മന്ത്രിയുടെ ഈ പുതിയ നിലപാടിൽ ലഭിച്ച പിന്തുണ സംഘപരിവാർ സംഘടനകളിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ABVPയുടെ ഇടപെടലാണ് ഇതിൽ എടുത്തു പറയേണ്ടതും. കേന്ദ്രത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVP ആണ് PMC നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത്. എന്താണ് കുഴപ്പം ഒന്ന് പറഞ്ഞേ. എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തതിൽ പിന്നീട് ABVP സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ മന്ത്രിയെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ PM ശ്രീധരൻ ആദ്യം മുതലേ മന്ത്രിക്ക് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും CPIയുടെ എതിർപ്പായിരുന്നു പ്രശ്നമായി നിന്നതെന്നും ABVP നേതാക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തു. CPM മന്ത്രിക്ക് BJPയുടെ വിദ്യാർത്ഥി സംഘടന നൽകിയ ഈ അഭിനന്ദനം CPIയുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും വിമർശനത്തിന് മൂർച്ച കൂട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാം ആലോചിക്കണം, ഒരു സംഘപരിവാർ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടന അവർ വന്ന് ഇടതുപക്ഷ സംഘടനയായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാവായ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടിയെ കണ്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ CPMന്റെ നിലപാട് എന്താണ് എന്നുള്ളത് എടുത്ത് ചോദിക്കേണ്ട കാര്യമാണ്. ഇവിടെ CPM എടുക്കുന്ന നിലപാടുകൾ സംഘപരിവാർ അനുകൂലമാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിരന്തരം പറയുമ്പോൾ അവിടെ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിച്ചവരെല്ലാം ഇപ്പോഴിതാ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. CPMന്റെ അല്ലെങ്കിൽ CPMന്റെ നിലപാട് മാറ്റവും മുന്നണി മര്യാദ ലംഘനവുമെല്ലാം CPIക്ക് വലിയ തരത്തിലുള്ള പ്രഹരമാണ് ഉണ്ടാക്കിയത്. വിനയ് വിശ്വം വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നു. വിനയ് വിശ്വം പറഞ്ഞത് CPI സംസ്ഥാന സെക്രട്ടറിയായ വിനയ് വിശ്വം കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുട്ടിൽ നിർത്തിയല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വാക്കിലും പ്രവൃത്തിയിലും മര്യാദ വേണം എന്നുള്ളത് മാന്യതയും കാണിക്കണം. ഒപ്പം തന്നെ എന്ത് CPI എന്ന CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരണത്തെയും അദ്ദേഹം വലിയ തരത്തിൽ വിമർശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ D രാജ, അതായത് CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. PMC ധാരണയിൽ നിന്ന് പിന്മാറണമെന്നും മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. RSS അതിന്റെ വിദ്യാഭ്യാസത്തിൽ ഒളിച്ചു കടത്താനുള്ള നീക്കത്തിൽ കേരള സർക്കാർ നിന്ന് കൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. CPIയുടെ പ്രതിഷേധമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. CPIയുടെ പ്രതിഷേധം വെറും വാക്കുകളിൽ മാത്രമായിരുന്നില്ല. പാർട്ടി ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ തന്നെ രാജിവെച്ച് സർക്കാരിന് പുറത്തു നിന്ന് പിന്തുണ നൽകാൻ CPI മന്ത്രിമാരായ K രാജൻ, അതുപോലെ തന്നെ GR അനിൽ, P പ്രസാദ്, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരെല്ലാം സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ഈ രാജ്യഭീഷണിയാണ് ഒടുവിൽ CPM നേതൃത്വത്തെ അനുനയത്തിന് നിർബന്ധിതമാക്കിയിരിക്കുന്നത്. CPMന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. CPMന്റെ കേന്ദ്ര നേതാക്കളും കേന്ദ്രത്തിലെ സംസ്ഥാന ഘടകത്തിൽ നിന്നുള്ള വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ദേശീയ തലത്തിൽ പാർട്ടിയുടെ നിലപാട് ആവർത്തിച്ചു പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം ഒരിക്കലും അംഗീകരിക്കില്ല, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ MA ബേബി ഈ നയം അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നയം അംഗീകരിക്കാതെ പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നോക്കുന്നത് എന്നുമാണ് പറയുന്നത്. പക്ഷേ CPIയെ അവഗണിക്കില്ലെന്നും LDF തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വിനയ് വിശ്വം പലപ്പോഴും തന്റെ വിമർശനങ്ങളുടെ ആധികാരികമായി തന്നെ MA ബേബിയുടെ നിലപാട് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. ABVP ഒഴികെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ പദ്ധതിക്കെതിരെ തന്നെ രംഗത്ത് വരികയും ചെയ്തു. SFI, KSU, ASF, CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASFലെ മന്ത്രിമാരടക്കമുള്ള മന്ത്രി V ശിവൻകുട്ടിക്ക് തുറന്ന കത്ത് തന്നെ എഴുതി പ്രതിഷേധം അറിയിച്ചിരുന്നു. CPM വിദ്യാർത്ഥി സംഘടനയായ SFI പോലും വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന സമീപനമെന്ന് സർക്കാരിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ വരെ SFIയുടെ നിലപാടുകൾ ഊന്നി പറഞ്ഞുകൊണ്ടിരുന്ന SFI എപ്പോഴും സംഘപരിവാർ സംഘടനകൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന SFIക്ക് വേണ്ടിയിട്ട് സംഘപരിവാറിനെതിരെ മുദ്രാവാക്യം വിളിച്ചെന്ന എല്ലാവരും ഇപ്പോഴിതാ ആ നിലപാടുകൾ ഒറ്റിക്കൊടുക്കുന്നതിന് സമമാണെന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡീൽ ആരോപണം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. CPI പോലും അറിയാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും ഇത് RSS അജണ്ട നടപ്പിലാക്കാനുള്ള രഹസ്യ നീക്കമാണെന്നുമാണ് ഇവർ ആരോപിച്ചത്. PMC പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കം കേരളത്തിലെ സാംസ്കാരിക ലോകത്തും വലിയ തരത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ സമസ്ത മുസ്ലിം സംഘടന അടക്കമുള്ളവർ വലിയ തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം സംഘടന സമസ്തയുടെ മുഖപത്രം തന്നെ പറയുന്നത് പദ്ധതി ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. വിദ്യാഭ്യാസ മേഖല കാവി അണിയിക്കുകയാണ് PMCയുടെ ലക്ഷ്യം. പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കുന്നത് ആപൽക്കരമാണെന്നും ലേഖനത്തിലൂടെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മതേതരത്വത്തിന്റെ ഭീഷണിയാണ് ഈ നീക്കമെന്ന പൊതുവികാരം സാംസ്കാരിക നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സാംസ്കാരിക പ്രവർത്തകരും ഇതുപോലെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മുഗൾ ഭരണമെന്നും സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ വിഷയങ്ങൾ ഒഴിവാക്കി പുതിയ അവതാരങ്ങളെ മാത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്രത്തിന്റെ നീക്കത്തിന് കേരളം വഴങ്ങിയാൽ ഇത് കേരളത്തിന്റെ നവോത്ഥാന മതേതര പാരമ്പര്യത്തെ തകർക്കുമെന്ന മുന്നറിയിപ്പും
സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ ഉയർന്നു വരുന്നുണ്ട്. CPI മന്ത്രിമാരുടെ രാജ്യസന്നദ്ധത മുന്നണിയിൽ സൃഷ്ടിച്ച കടുത്ത സമ്മർദ്ദം എന്നത് നിസ്സാരമായി കാണേണ്ടതല്ല. കാര്യം അത്രത്തോളം വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ, ഒരു വിഭാഗം പേർ CPIയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് CPM ആണ്, CPM സർക്കാരാണ്. ശിവൻകുട്ടി ബിനോയ് വിശ്വം കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലായ MN സ്മാരകത്തിന് നേരിട്ടെത്തിയാണ് ബിനോയ് വിശ്വവുമായി ശിവൻകുട്ടി ചർച്ച നടത്തിയത്. മേലിൽ CPI അറിയാതെ നയപരമായ തീരുമാനം എടുക്കില്ലെന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന ഉറപ്പായതോടെയാണ്, അല്ലെങ്കിൽ ഉറപ്പോടെയാണ് മന്ത്രി മടങ്ങിയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അല്ല, നയപരമായ പ്രധാന തീരുമാനങ്ങൾ മേലിൽ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യാതെ യാതൊരു തീരുമാനം എടുക്കില്ലെന്നും PM ശ്രീയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് ഉടൻ കേന്ദ്രത്തിന് കൈമാറേണ്ടതില്ല എന്നും തീരുമാനിച്ചിരിക്കുകയാണ്. ആശയപരമായ നിലപാടിൽ നിന്ന് CPM പിന്മാറാൻ നിർബന്ധിതമായപ്പോൾ മന്ത്രിമാരുടെ രാജ്യസന്നദ്ധയിലൂടെ CPI തന്റെ തിരുത്തൽ ശക്തി എന്ന പദവി വീണ്ടും അക്കമിട്ട് ഊട്ടി ഉറപ്പിച്ചു. ഈ അനുനയത്തിലൂടെ തൽക്കാലം LDFിലെ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അയവ് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CPI PM ശ്രീയെ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്യും. CPI മാത്രമല്ല LDFിലെ മറ്റു ഘടകകക്ഷികളും ഇത് എതിർക്കുമ്പോൾ CPMന് എത്രമാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള തർക്കം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇവർ വലിയ തരത്തിൽ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും CPMൽ അടക്കം തന്നെ ഇത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്, വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ഈ ചർച്ചകൾ ഇതേ തരത്തിൽ മുന്നോട്ട് പോയാൽ വിമർശകർ പറയുന്നത് പോലെ, പ്രതിപക്ഷം പറയുന്നത് പോലെ CPM സംഘപരിവാർ സംഘടനകളുടെ കാൽച്ചുവട്ടിലായി എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ CPI പറയുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലെ CPMന്റെ നിലപാട് മാറ്റത്തിലുണ്ടായ ആഘാതം എത്രത്തോളമാണെന്ന് മറന്നു പോകരുതെന്നും പലയിടങ്ങളിലും CPMന്റെ തകർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഓർത്ത് വേണം സംസാരിക്കണമെന്നുമാണ് CPIയുടെ നേതാക്കൾ അടക്കം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ CPMന്റെ ഈ നിലപാടിലെ മാറ്റം അത് CPMന് തന്നെ വലിയ ദോഷമായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന ഈ സമയങ്ങളിൽ CPM എടുക്കുന്ന ഈ നിലപാട്, ഇരട്ട നിലപാട്, രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഈ നിലപാട് CPMനെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന കാര്യം ഉറപ്പാണ്.